നമസ്കാരം. മല പോലെ വന്ന വിവാദങ്ങൾ അവസാനിച്ചെന്ന് സമാധാനിച്ചിരുന്ന രേണുസുധിക്ക് തിരിച്ചടിയായി വീണ എസ് പിള്ളയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ. ശബ്ദം മൊത്തം നൽകി ഇൻ്റർവ്യൂകൾ കൊടുത്ത വീണ ആദ്യമായാണ് ലൈവിൽ വരുന്നത്. അവരുടെ വീഡിയോ വന്നതിന് പിന്നാലെ സകലർക്കും ആശയക്കുഴപ്പമായി. കൃത്യതയോടെ കാര്യങ്ങൾ പറയാൻ അവർക്ക് പറ്റിയെന്നത് ചില്ലറ കാര്യമല്ല. രേണുസുധി അവരെ അറിയില്ലെന്നാണ് അഭിമുഖത്തിൽ പറഞ്ഞത്. രേണുവിൻ്റെ പ്രസ്താവന പച്ചക്കള്ളമെന്നാണ് വീണ എസ് പിള്ള പറയുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി രേണുസുധിയുമായി സംസാരിച്ചിരുന്നു. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. എങ്കിലും രേണുവിന് തന്നെ അറിയാം. ഇതൊക്കെ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നതെന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയുണ്ട്. തന്നെ അറിയില്ലെന്ന് രേണുസുധി ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ലൈവായി വന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. കൊല്ലം സുധി തനിക്ക് ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതേസമയം തങ്ങൾ പിരിഞ്ഞതിന് ശേഷം സുധി ആരുമല്ലാതെയായി. പരസ്പരം ചെളിവാരി അറിയില്ല എന്ന് രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. ജീവിതാന്ത്യം വരെ കൊല്ലം സുധി ഈ വാക്ക് പാലിച്ചു. തന്നെ അഭിനയ ലോകത്തേക്ക് കൊണ്ടുവന്ന ഗുരുവാണ് കൊല്ലം സുധി. തങ്ങൾക്കിരുവർക്കും തിരക്കുകൾ വർദ്ധിച്ചപ്പോഴാണ് കിച്ചുവിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. രേണുവിനെപ്പറ്റി മുൻ അഭിമുഖങ്ങളിൽ നൽകിയ ആരോപണങ്ങൾ ലൈവിൽ വന്നും ഇവർ ആവർത്തിക്കുന്നു. കിച്ചുവിനെയും കൊല്ലം സുധിയുടെ വീട്ടുകാരെയും ഓർത്താണ് താൻ കൂടുതൽ പ്രതികരണത്തിന് പോകാത്തത്. മരിക്കുന്നതിന് മുമ്പുള്ള മെയ് മാസം 20-ന് സുധിയെ താൻ കണ്ടിരുന്നു. ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിന് തൻ്റെ ഭർത്താവും സാക്ഷിയാണ്. ഇതിനിടെ കാവനാട് പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട്. അവർ രേണുവിനെ ബന്ധപ്പെട്ടു എന്നാണ് വിശ്വാസം. സ്വയം കോമാളിയായി മാറാതെ രേണുസുധി കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നേറാനാണ് ശ്രമിക്കേണ്ടത്. രേണുസുധിയുടെ പിതാവിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വീണ ലൈവ് ഇട്ടത്. മുഖമില്ലാത്ത അഭിമുഖങ്ങൾ നൽകിയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് നെഗറ്റീവായി ഇവർക്കെതിരെ പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ലൈവിൽ വന്നുള്ള പ്രതികരണം. വീണയുടെ ലൈവ് വീഡിയോയെപ്പറ്റി രേണുസുധിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ.